കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 10 ലെറ്റർ മാത്ത്. ഇതിൻ്റെ പാർട്ട് 2 ആണ്. പേജ് നമ്പർ 156ലെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഹൗ മെനി മാറ്റ്സ്റ്റിക്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്? ഹൗ മെനി മാറ്റ്സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 5 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്? In what different ways can we state relation between the number of squares and number of matchsticks? Write them using letters. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ 3. അത് എണ്ണി നോക്കുമ്പോൾ 3 സ്ക്വയേഴ്സ് ആണല്ലോ. അപ്പോൾ ആൻസർ 3. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മാറ്റ്സ്റ്റിക്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്. ഈ 3 സ്ക്വയേഴ്സും ഉണ്ടാക്കാൻ എത്ര മാറ്റ്സ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര മാറ്റ്സ്റ്റിക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര സ്ക്വയേഴ്സിന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു ഒരു സ്ക്വയറിൽ എത്ര മാറ്റ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം നോക്കൂ, ഇവിടെ ഒരു സ്ക്വയറിന് എത്ര മാറ്റ്സ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തം 3 സ്ക്വയേഴ്സ് ഉണ്ട്. 3 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര മാറ്റ്സ്റ്റിക്ക് വേണം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കാണുക? ഒരു സ്ക്വയറിന് 4 മാറ്റ്സ്റ്റിക്സ്. അങ്ങനെ 3 സ്ക്വയേഴ്സിന് 3 ഇൻറ്റു 4 12. ഇപ്പോൾ 5 സ്ക്വയേഴ്സ് ചോദിച്ചാൽ 5 ഇൻറ്റു 4. അങ്ങനെ എത്ര സ്ക്വയേഴ്സ് ആണോ ചോദിക്കുന്നത് ആ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു ഒരു സ്ക്വയറിൽ എത്ര മാറ്റ്സ്റ്റിക്സ്, ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഹൗ മെനി മാറ്റ്സ്റ്റിക്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്? നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് യൂസ്ഡ് ടു മേക്ക് 1 സ്ക്വയർ. ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മാറ്റ്സ്റ്റിക്സ് എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സ്ക്വയേഴ്സ് ഉണ്ടല്ലേ. നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് യൂസ് ടു മേക്ക് 3 സ്ക്വയേഴ്സ് ഈക്വൽ 4 ഇൻറ്റു 3 12. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മാറ്റ്സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 5 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ 5 ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ സ്റ്റെപ്പ് എഴുതും? നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് യൂസ്ഡ് ടു മേക്ക് 5 സ്ക്വയേഴ്സ് ഈക്വൽ 4 ഇൻറ്റു 5. അപ്പോൾ എത്രയാണ്? 20. ഇനി ചോദിച്ചിരിക്കുന്നത് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ വി സ്റ്റേറ്റ് റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ്. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സും നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ എസ് എന്ന് കൊടുക്കാം നമുക്ക്. നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് നീഡഡ് ഫോർ 1 സ്ക്വയർ ഈക്വൽ 4. അത് എപ്പോഴും എല്ലാ സ്ക്വയറിനും 4 മാറ്റ്സ്റ്റിക്സ് വേണം. അപ്പോൾ അവിടെ 4 തന്നെ എഴുതാം. ടോട്ടൽ മാറ്റ്സ്റ്റിക്സ് ഇനി നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടി എന്ന് കൊടുക്കാം. ടി എന്നുള്ള ലെറ്റർ വെച്ച് നമുക്ക് എഴുതാം. ഇനി ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ്. ടോട്ടൽ നമ്പേഴ്സ് ഓഫ് മാറ്റ്സ്റ്റിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈക്വൽ മാറ്റ്സ്റ്റിക്സ് ഫോർ 1 സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സിന് നമ്മൾ ടി കൊണ്ടാണ് എഴുതിക്കുന്നത് അല്ലേ? ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ടി ഈക്വൽ മാറ്റ്സ്റ്റിക്സ് യൂസ്ഡ് ഫോർ 1 സ്ക്വയർ എത്രയാണ്? എത്ര മാറ്റ്സ്റ്റിക്സ് വേണം ഒരു സ്ക്വയറിന്? 4 ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എസ് എന്ന് കൊടുക്കാം. അപ്പോൾ ടി ഈക്വൽ 4 ഇൻറ്റു എസ്. ടി ഈക്വൽ 4s. 4ഉം എസ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4s ആണ്. ഇനി ഇതേ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ നമുക്ക് പഠിച്ചാൽ ബാക്കി 2 ഇക്വേഷൻ നമുക്ക് അത് നോക്കി തന്നെ എഴുതാൻ സാധിക്കും. മാറ്റ്സ്റ്റിക്സ് യൂസ്ഡ് ഫോർ 1 സ്ക്വയർ ഈക്വൽ എങ്ങനെയാണ്? ഒരു സ്ക്വയറിന് എത്ര മാറ്റ്സ്റ്റിക്സ് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ അത് ലെറ്ററിൽ എഴുതുമ്പോൾ 4 ഈക്വൽ ടി ബൈ എസ്. അടുത്ത നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്? ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് ഡിവൈഡഡ് ബൈ മാറ്റ്സ്റ്റിക്സ് ഫോർ 1 സ്ക്വയർ. ലെറ്ററിൽ എഴുതുമ്പോൾ എസ് ഈക്വൽ ടി ബൈ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all children in the school bought pens from the cooperative store at 5 rupees each. Write in the table how much the children of various classes paid.
അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇൻ വാട്ട് ഓൾവേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ എമൗണ്ട് ദേ പെയ്ഡ്, റൈറ്റ് ദം യൂസിങ് ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക. ആദ്യം നമുക്ക് ബോക്സ് വരയ്ക്കാം, എന്നിട്ട് എഴുതാം ക്ലാസ്, നമ്പർ ഓഫ് ചിൽഡ്രൻ, ടോട്ടൽ എമൗണ്ട്. ക്ലാസ് 6A, നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 34. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എങ്ങനെ കാണും? 5 rupees പെന്നിന്. അപ്പോൾ 34 ചിൽഡ്രനും പെൻ വാങ്ങിച്ചു. അപ്പോൾ 34 × 5 = 170. 6B, നമ്പർ ഓഫ് ചിൽഡ്രൻ 32. ടോട്ടൽ എമൗണ്ട് 32 × 5 160. 6C, നമ്പർ ഓഫ് ചിൽഡ്രൻ 36. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കാണുക? 36 × 5 = 180. ഇനി ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ റിലേഷൻ എഴുതാനാണ്. അപ്പോൾ എങ്ങനെ എഴുതാം റിലേഷൻ? നമ്പർ ഓഫ് ചിൽഡ്രൻ = n, ടോട്ടൽ എമൗണ്ട് പെയ്ഡ് T എന്ന് കൊടുക്കാം, പ്രൈസ് ഓഫ് 1 pen = 5. ഇനി ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടോട്ടൽ എമൗണ്ട് പെയ്ഡ് പ്രൈസ് ഓഫ് 1 pen × നമ്പർ ഓഫ് ചിൽഡ്രൻ. T = 5 × n. T = 5n. Price of 1 pen = total amount paid by number of children. Price of 1 pen എത്രയാണ്? 5. 5 = T by n. Number of children = total amount paid by price of 1 pen. n = T by 5. Next question. What is the perimeter of a square of side 5 cm? What about a square of side 6 cm? In what always can we say the relation between the length of a side and perimeter of a square? Write all these using letter. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 5 cm? അപ്പോൾ 5 cm സൈഡ്, ഒരു സൈഡ് 5 cm ഉള്ള ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം. പെരിമീറ്റർ കാണേണ്ട ഫോർമുല 4A ആണ്. എ എന്ന് പറയുന്നത് ഒരു സൈഡിനെയാണ് നമുക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡിന് എ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 4 സൈഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ 4 സൈഡും നമ്മൾ നോക്കുമ്പോൾ 4 × A അതാണ്. അല്ലെങ്കിൽ 4 സൈഡും ആഡ് ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് 1 സൈഡ് = 5 cm. അപ്പോൾ ലെങ്ത് ഓഫ് 1 സൈഡിന് നമുക്ക് എ എന്ന് കൊടുക്കാം. എ = 5 cm. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ = 4A. അപ്പോൾ 4 × 5 20 cm. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് സൈഡ് 6 cm? 6 cm ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയായിരിക്കും? ലെങ്ത് ഓഫ് 1 സൈഡ് = 6 cm. A = 6 cm. Perimeter of a square = 4A. P = 4 × 6 24. ഇനി അടുത്തത് ലെങ്ത് ഓഫ് എ സൈഡും പെരിമീറ്റർ ഓഫ് എ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് 1 സൈഡ് = A. നമ്പർ ഓഫ് സൈഡ്സ് = 4. പെരിമീറ്റർ = P എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആ ഇക്വേഷൻസ് എഴുതാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ = ലെങ്ത് ഓഫ് 1 സൈഡ് × നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിന് എങ്ങനെയാണ് നമ്മൾ ഏത് ലെറ്ററാണ് കൊടുക്കുന്നത്? P. P = ലെങ്ത് ഓഫ് 1 സൈഡ് എന്ന് പറയുമ്പോൾ A അല്ലേ, ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 4. അപ്പോൾ P = A × 4. ദാറ്റ് ഈസ് P = 4A. ഇനി അത് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് മറ്റ് 2 ഇക്വേഷനും നമുക്ക് അതിൽ നോക്കി തന്നെ എഴുതാൻ സാധിക്കും. അത് നിങ്ങൾ കുറച്ച് പഠിക്കുക, അപ്പോഴേ മനസ്സിലാവും. ലെങ്ത് ഓഫ് 1 സൈഡ് = പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ബൈ നമ്പർ ഓഫ് സൈഡ്സ്. A = P/4. അടുത്ത ഇക്വേഷൻ നമ്പർ ഓഫ് sides = perimeter of a square by length of one side. 4 =
P/A. അങ്ങനെ എല്ലാ റിലേഷനും എഴുതി കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യൻ. How much money does a 5 10 rupee notes make? What about 7 10 rupee notes? In what all ways can we say the number of 10 rupees notes and the total amount? Using T to denote the number of 10 rupee notes and A to denote the total amount. In what all ways can we write these relations? 5 10 rupees notes എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് മണി ഡസ് എ 5 10 rupee നോട്ട്സ് മേക്ക്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എമൗണ്ട് ഫോർ 5 10 rupee നോട്ട്സ് ഈക്വൽ 5 ഇൻറ്റു 10 50 rupees. ഓക്കെ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് അബൌട്ട് 7 10 rupee നോട്ട്സ്? 7 10 rupee നോട്ട്സ് ഉണ്ടെങ്കിൽ അത് എത്രയാണ് അതിൻ്റെ എമൗണ്ട്? അപ്പോൾ എമൗണ്ട് ഫോർ 7 10 rupee നോട്ട്സ് ഈക്വൽ 7 ഇൻറ്റു 10 ഈക്വൽ 70 rupees. ഓക്കെ. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് 10 rupee നോട്ട്സ് ആൻഡ് ടോട്ടൽ എമൗണ്ട്. ഇതിൻ്റെ റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് 10 rupee നോട്ട്സിനെ ഡിനോട്ട് ചെയ്യാനും എ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിനെ ഡിനോട്ട് ചെയ്യാനും ഉപയോഗിച്ചുകൊണ്ട് ആ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഇക്വേഷൻസ് അല്ലേ, ആ റിലേഷൻസ് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് ഈക്വൽ ടി, ടോട്ടൽ എമൗണ്ട് ഈക്വൽ എ, എമൗണ്ട് ഈക്വൽ നമ്പർ ഓഫ് നോട്ട്സ് ഇൻറ്റു 10. അങ്ങനെയാണല്ലോ അല്ലേ. എ ഈക്വൽ എമൗണ്ടിന് നമ്മൾ എ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, ഈക്വൽ നമ്പർ ഓഫ് നോട്ട്സ് അതെങ്ങനെയാണ് ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇൻറ്റു 10. അപ്പോൾ എ ഈക്വൽ ടി ഇൻറ്റു 10 എന്ന് എഴുതാം. ടി അടുത്തത് ടി എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് നോട്ട്സ് എങ്ങനെയാണ് കാണുന്നത്? ഈക്വൽ എ ബൈ 10. എ എന്ന് പറയുമ്പോൾ എമൗണ്ട് ബൈ 10. നെക്സ്റ്റ് 10 ഈക്വൽ എ ബൈ ടി. 10 rupees നോട്ട്സ് എത്ര രൂപയുടെ നോട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് എങ്ങനെ കാണുന്നത്? എമൗണ്ട് ബൈ നമ്പർ ഓഫ് നോട്ട്സ്. ഓക്കെ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.